ഇയർ വെരി ഹൈ ആണ്. ഇപ്പം എനിക്ക് അടുത്ത വന്നൊരു ഓഫറാണ് ഈ പറഞ്ഞ എന്താ പറയുക റിലയൻസ്. ഇന്നിപ്പോൾ എനിക്ക് അദ്ദേഹം ഒരു നമ്മുടെ ബ്രാഹ്മിൻസ് കറി പൗഡറിനെ വിപ്രോയ്ക്ക് സെയിൽ ചെയ്തതിൻ്റെ മീഡിയേറ്റർ ആയിരുന്നു മിസ്റ്റർ സുരേഷ് കുമാർ. ഇന്നിപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് എന്നെ ഫോൺ ചെയ്തു. 3 പാർട്ടി പോപ്പീസ് ബൈ ചെയ്യാൻ വേണ്ടി റെഡിയാണ് ഷാജു, ഞാൻ എന്നാ ഇരിക്കുന്നതെന്നിരിക്കുന്നു. അതുപോലെ റിലയൻസ് അവർ ഒരു ഡെലിജൻസും വേണ്ട, ഒന്നും വേണ്ട, അവർ എൻ്റെ ബ്രാൻഡ് ബൈ ചെയ്യാൻ റെഡിയാണ്. ഒരു 400 crores ആണ് എനിക്ക്. ഇതിൻ്റെ ലാൻഡ് വേണ്ട, എൻ്റെ ബിൽഡിംഗ് വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ട്രേഡ് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ 400 കോടി രൂപയ്ക്ക് അവർ എടുക്കാൻ തയ്യാറാണ്. അപ്പം ഞാൻ വേണം, നിങ്ങൾ ലാൻഡും അസറ്റും ഒന്നും അല്ല ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ വാല്യുവേഷൻ വേറെയാണ്. അതുപോലെ വിപ്രോ റെഡിയാണ്. എൻ്റെ കൺസ്യൂമേഴ്സ് എൻ്റെ സെഗ്മെൻറ്റ് മാത്രം ബേബി സോപ്പ്, അവർ വിപ്രോ എന്നുള്ള പേരിൽ ബേബി സോപ്പ് ഇറക്കിയിട്ട് അവർക്ക് ഫെയിലിയർ ആയ. അപ്പോൾ എൻ്റെ കൺസ്യൂമർ സെഗ്മെൻറ്റ് മാത്രം അവർ വേണമെങ്കിൽ എടുക്കാൻ. ഞാൻ കള്ളം പറയില്ല, ഞാൻ എൻ്റെ അടുത്ത് ഈ നിങ്ങൾ ചിന്തിക്കേണ്ട വെറും ഒരു ഡേ ടു ഡേ പ്രോഫിറ്റ് അല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളുടെ ബ്രാൻഡിൻ്റെ വാല്യുവേഷൻ എന്നൊരു അതിന് നിങ്ങൾക്ക് ഇന്ന് എന്താ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വെറുതെ ഇരുന്നിട്ട് നമ്മൾ കോമഡി കണ്ടിരിക്കുന്നതിന് പകരം എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക്, ഞാൻ അങ്ങനെ തന്നെയുണ്ട്. കുറേ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് സമയം ഞാൻ റിസർച്ച് ചെയ്യാനും ഒരു ബ്രാൻഡ് എന്താ പറയുക നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോയതിനെ കുറിച്ച് ഞാൻ ഒരുപാട് ഇപ്പോഴും യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി സമയം മോണിറ്ററിങ് നോക്കിയില്ലെങ്കിൽ തന്നെ ഓഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് കാണാറുണ്ട്. അപ്പം ഞാൻ ഈ ഉന്നതന്മാർ വരുന്നതിനെ കുറിച്ചും നമ്മളൊന്നിനെയും ഭയപ്പെട്ടിട്ട് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളത്. നമ്മളൊരു ബിസിനസ് മോഡൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തുനിന്ന് എന്താ പറയുക ആര് വന്നാലും നമുക്കൊന്നും സംഭവിക്കും. നമ്മളങ്ങനെയല്ല. ഇപ്പോൾ ഇവിടെ വരുന്ന ബേബി ഷോപ്പ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഒരു ടൗണിൽ ഒരു റെസ്റ്റോറൻറ്റ് വന്നു, അത് ഭയങ്കരമായിട്ട് അവിടെ ക്രൗഡ് ഭയങ്കര ബിസിനസ് എടുക്കുകയാണ്. ഉടനെ ആ നാട്ടിൽ എത്ര ആളുകൾ റെസ്റ്റോറൻറ്റിൽ വരുന്നുണ്ടെന്ന് പഠിക്കണമെങ്കിൽ ഒരാഴ്ച ആ റെസ്റ്റോറൻറ്റിൻ്റെ ഇപ്പോൾ മഞ്ചേരി ഫസ്റ്റ് ഹോട്ടലിൽ എത്ര ആളുകൾ വരുന്നുണ്ടെന്ന് അവിടെ ഒരാഴ്ച പോയിട്ടതിന് മുമ്പിൽ നിന്ന് അറിയാം. എത്ര കാർ വരുന്നുണ്ട്, എത്ര ആളുകൾ ഇന്നോവയിൽ വരുന്നുണ്ട്. സിമ്പിളാണ്, ഇപ്പോൾ ഒന്നും വേണ്ട. അപ്പം നമ്മൾ ബിസിനസ് തുടങ്ങുന്നതിൻ്റെ എന്ത് ചെയ്യണം, ആദ്യം എഫേർട്ട് ഇടണം. അല്ലാതെ എന്നിട്ട് നമ്മൾ അവിടെ എത്ര ആളുകൾ വരുന്നുണ്ട്, എന്ത് ഫുഡാണ് അവിടെ സ്പെഷ്യാലിറ്റി ആളുകൾ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി കയറി നടന്നാൽ കാണാം എന്തെല്ലാം ഫുഡാണ് അവിടെ കൂടുതൽ ആളുകൾ കഴിക്കുന്നത്. ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തി സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ എന്താ പറയുക റെസ്റ്റോറൻറ്റ് തുടങ്ങാണെങ്കിലും ബേബി ഷോപ്പ്. അതിന് സമയത്ത് ഷാജു തോമസ് ഒരു കുഴപ്പമില്ലാത്തൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ബേബി കെയർ ബിസിനസ് ചെയ്യുന്നുണ്ട്, എന്നാൽ ഞാനൊരു ഒരെണ്ണം തുടങ്ങിയാലോ ചെയ്യും. അതിന് സ്ട്രാറ്റജി ഇല്ല. എനിക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. എനിക്കൊരു 10 വർഷം, എൻ്റെ 5 വർഷത്തെ ബിസിനസ് പ്ലാൻ. അപ്പോൾ എനിക്ക് 10 വർഷത്തെ ബിസിനസ് പ്ലാൻ ഉണ്ട്. 10 വർഷം കഴിഞ്ഞാൽ ഈ ബ്രാൻഡ് എവിടെ എത്തിച്ചേരണം, ഈ ബ്രാൻഡിൻ്റെ പ്രോഫിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം എന്ന് വരെ എനിക്കൊരു ഒരു 10 year പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ ഇല്ലാതെ തുടങ്ങിയാൽ നമ്മൾ പേടിച്ചാൽ മതി. എന്തിനാ നമ്മൾ സ്റ്റുഡിയോ വന്നാലും പേടിക്കണം, മാക്സ് വന്നാലും പേടിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ മലപ്പുറം ജില്ലയിൽ നോക്കിക്കോ, എറണാകുളത്ത് എൻ്റെ സ്റ്റോർ വന്നിട്ട് തൊട്ട് മുമ്പിലാണ് വന്നിട്ട് ഫസ്റ്റ് ക്രൈ. എൻ്റെ സ്ക്വയർ ഫീറ്റ് 1200 സ്ക്വയർ ഫീറ്റ്, 10,000 സ്ക്വയർ ഫീറ്റാണ് നമ്മളെ എടപ്പള്ളിയിലെ തൊട്ട് ഓപ്പോസിറ്റ് വന്നിരിക്കുന്നത്. എനിക്ക് അവിടെ 20 ലക്ഷം സെയിലുണ്ട്. അവിടെ ഞങ്ങൾ അന്വേഷിച്ചപ്പം അവർക്ക് 60 ലക്ഷം രൂപയാണ്. എനിക്ക് റെന്റ് 1 ലക്ഷം രൂപ. അവരുടെ റെന്റ് ഏതാണ്ട് എനിക്ക് കൊണ്ട് 10 ലക്ഷം 14 ലക്ഷം രൂപയാണ്. നിലമ്പൂർ, ഞാൻ വേറെ ഉദാഹരണം, നിലമ്പൂർ എൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് താഴെ, നിലമ്പൂർ അറിയുന്നവർക്ക് അറിയാം, താഴെ 1000 സ്ക്വയർ ഫീറ്റ് 40,000 രൂപ റെന്റുള്ള സ്റ്റോറാണ്. ഇപ്പുറത്ത് ബേബി ഹഗ് 5000 സ്ക്വയർ ഫീറ്റ് 2.5 ലക്ഷം രൂപ സെയിൽ. എനിക്ക് 10 ലക്ഷം രൂപ നിലമ്പൂർ സ്റ്റോറിൽ സെയിലുണ്ട്. അവർക്ക് എനിക്ക് തോന്നുന്നത് 14 ലക്ഷം 15 ലക്ഷം രൂപയാണ് ഒരു സെയിൽ. അപ്പോൾ ആര് വന്നാലും നമ്മൾ ഭയപ്പെടേണ്ട. നമുക്ക് ആളുകളുടെ ഇടയിൽ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നമ്മുടെ പ്രൊഡക്റ്റിന് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് നമ്മുടെ പ്രൊഡക്റ്റിനുണ്ടെങ്കിൽ നമ്മൾ ആര് വന്നാലും പേടിക്കേണ്ട. ഇതൊന്നും ഇല്ലാതെ വന്നാൽ മാത്രമേ തകരുള്ളൂ.